എത്ര പണിക്കാരാണ് നിങ്ങളിപ്പോ ഒരു ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്ക്? ലോങ് ഒക്കെ പോകുമ്പോ നമ്മുടെ ഈ ബോട്ടിനകത്ത് ഇപ്പൊ ഈ ബോട്ടിലാണ് പോണെന്നുണ്ടെങ്കിൽ 14 പേര് 15 പേരൊക്കെ ആയിട്ട് പോകും. അത്രയും പേരായിട്ടാ നമ്മുടെ പോകുന്നത്? ഗിൽനെറ്റ് ബോട്ടിലാണ് പോണെന്നുണ്ടെങ്കിൽ 10 പേര് 11 പേരൊക്കെ ആയിട്ട് പോകും. അത്രയും കാണും. ഇത്രയും ദിവസത്തിനേക്കുള്ള ആഹാര സാധനങ്ങളും എല്ലാം താഴെ ഫുള്ള് എല്ലാ സാധനവും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടായിരിക്കും അതെ. ഫുള്ള് റേഷൻ കാര്യങ്ങളെല്ലാം. ഈ കടലിൽ വെച്ചിട്ട് തന്നെ നിങ്ങക്ക് അതായത് മീൻ കിട്ടാതെ നിൽക്കുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പോ എപ്പോഴും നമുക്ക് മീൻ കിട്ടണമെന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ ചെല്ലാൻ നേരത്ത് നമുക്ക് ചില വലകളിൽ ഇട്ടിട്ട് ഇപ്പൊ നമ്മ ഒരു ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും വലയിട്ടിട്ട്. ആ വലയിട്ട് അവിടെ മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ആരെങ്കിലും നമ്മളെ വയർലെസ്സിൽ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ആ ഒരു പൊസിഷൻ ചോദിച്ചിട്ട് അവിടെ ഇടും. ചില സമയങ്ങളിലൊക്കെ നമ്മൾ കടമായിട്ട് കയറുന്ന സമയങ്ങളും വരും. ഇപ്പൊ ഈ ഒരു ബോട്ട് കടലിൽ പോണതിന് 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ചെലവുണ്ടെന്നുണ്ടെങ്കിൽ ആ 5 ലക്ഷം രൂപയെ കൂടുതൽ മീൻ പിടിച്ചിട്ട് വന്നാലേ നമ്മുടെ പണിക്കാർക്ക് അതുപോലെ തന്നെ സ്രാങ്കിന് മുതലാളിക്കൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ബാറ്റാണ് കിട്ടുന്നത്. അതായത് ഈ അഴി കടന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബോട്ടിൽ പോണ ഒരാൾക്ക് ഒരു ദിവസം 500 രൂപ ബാറ്റ് ഉണ്ട്, പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ 10 ദിവസം കിടക്കുകയാണെങ്കിൽ 5000 രൂപ ബാറ്റ് നമുക്ക് കൺഫേം ആണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ പണിക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല, സ്രാങ്കിനും കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ ഓണറിനാണ് പ്രശ്നം, നഷ്ടം വരും. 5 ലക്ഷം രൂപ മുടക്കി പോണ ബോട്ടാണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ പണി പിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും പണിക്കാർക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെ കിട്ടാത്ത ഒരുപാട് സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ട്.